എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 31 അതായത് നാളെ മുതൽ സെപ്റ്റംബർ 6 വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ അതായത് ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം വൈകുന്നേരത്തോടെയാണ് റിസൾട്ട് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത ശേഷം രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ വന്ന ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നറിയാനായിട്ട് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യല്ല, ജസ്റ്റ് ഇവിടെ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ടഡ് എന്നും അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് വ്യൂ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്കും കാണാൻ പറ്റുന്നതാണ്. നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്തത് കൊണ്ടാണ് അതുപോലൊരു ലിങ്കൊന്നും ഇവിടെ കാണാത്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് സൈഡിലായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് മോഡിലാണ് ഇട്ടതെങ്കിൽ നിങ്ങൾക്കിവിടെ യുവർ അലോട്ട്മെൻറ്റ്സ് എന്നും അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ അലോട്ട്മെൻറ്റ് നമ്പർ അതായത് ഈ ഒരു മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് നമ്പർ 3 എന്നും അതുപോലെ തന്നെ ഡേറ്റ് അതുപോലെ തന്നെ ഏത് കോട്ടയിലാണ് കിട്ടിയത് അതായത് സ്റ്റേറ്റ് മെറിറ്റ് ആണെങ്കിൽ SM എന്നും കമ്മ്യൂണിറ്റി റിസർവേഷൻ സീറ്റുകളിലാണെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി കോട്ടയുടെ കോഡുമാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഓപ്ഷൻ എത്രാമത്തെ ഓപ്ഷനിലാണ് അതുപോലെ തന്നെ ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളതാണ് അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ID അതുപോലെ തന്നെ ഏത് ദിവസമാണ് പേയ്മെൻറ്റ് ചെയ്തത് അതുപോലെ എത്ര രൂപയാണ് അതുപോലെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഇവിടെ ഉണ്ടായിരിക്കും. നിലവിൽ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണിക്കാത്തത്. ഇവിടെ ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഓപ്ഷൻസ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ്, തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ഇവിടെ യുവർ അലോട്ട്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് പുതുതായിട്ട് മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ കൂടി കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതായത് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എത്ര രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൽ കൃത്യമായിട്ട് അതായത് ഈ ഒരു ഭാഗത്തായിട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീ പേയ്മെൻ്റ് ആയിട്ട് വരിക എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അതിൽ വരുന്നതായിരിക്കും. അതുപോലെ ഓൾറെഡി 25,000 രൂപയൊക്കെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ ഫീസൊന്നും അടക്കാൻ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ആദ്യമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് കൺഫേം ചെയ്ത ശേഷം കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം സീറ്റ് കൺഫർമേഷൻ മാത്രമല്ല കോളേജിൽ ജോയിൻ ചെയ്യുകയും നിർബന്ധമാണ്. അപ്പോൾ സെപ്റ്റംബർ 6 വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ അഡ്മിഷൻ നേടാതിരിക്കുകയാണ് എങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഈ ഒരു അതായത് സെപ്റ്റംബർ 6 വരെ ഈ ഒരു കോളേജിൽ അഡ്മിഷൻ നേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആണ് ഉണ്ടാവുക. ആദ്യഘട്ടത്തിൽ SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുക. അതിനുശേഷം മാത്രമാണ് ബാക്കിയുള്ള വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് ജനറൽ കാറ്റഗറി അലോട്ട്മെൻറ്റ് എന്നുള്ള രീതിയിൽ അതായത് SC ST ഉൾപ്പെടെ എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. അതായത് SC ST വിദ്യാർത്ഥികൾക്ക് ഒരു റിസർവ് സീറ്റുകളുണ്ട്. അതായത് അതുപോലെ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് റിസർവ് സീറ്റുകളുണ്ട്. അപ്പോൾ ആ ഒരു സീറ്റുകളിലേക്ക് ആണ് ഈ ഒരു സ്പെഷ്യൽ അതുപോലെ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കാറ്റഗറി തിരിച്ച് എത്ര വീതം വേക്കൻസി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് നടത്തുന്നത് ഈ ഒരു വേക്കൻസി ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റില്ല സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത് ഈ ഒരു വേക്കൻസികൾ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം വരുന്ന വേക്കൻസികൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സെൽഫ് ഫിനാൻസിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കോളേജിൽ നിന്നും NOC സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കുക. ഗവൺമെൻറ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ NOC സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് നിലവിൽ തേർഡ് അലോട്ട്മെൻറ്റ് വരെ ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് വേറൊരു കോളേജിൽ കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ അഡ്മിഷൻ റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കുമെന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ
മാത്രം പങ്കെടുക്കുക. അതായത് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ പങ്കെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു അഡ്മിഷൻ എടുത്ത ശേഷം പിന്നീട് സ്പെഷ്യലിൽ പങ്കെടുക്കുകയും അതിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ആദ്യം ലഭിച്ച സീറ്റ് തന്നെ മതി എന്നുള്ളൊരു ചിന്ത വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, എനിക്കിപ്പോൾ കിട്ടിയത് വേണ്ട, എനിക്ക് മുമ്പ് അഡ്മിഷൻ എടുത്ത ആ ഒരു കോളേജിൽ തന്നെ നിലനിർത്താൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പുതുതായിട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജ് കിട്ടുന്ന സമയത്ത് ആദ്യം കിട്ടിയ കോളേജ് റദ്ദ് ചെയ്യപ്പെടുന്നതും അതുപോലെ നിങ്ങൾ അടച്ച ഫീസ് LBS സെൻറ്റർ വഴി അടച്ചിട്ടുള്ള, അതായത് ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടച്ച ഫീസ് പുതിയ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കോളേജിൽ അടച്ച ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതും ആയിരിക്കും. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം പങ്കെടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് ഓരോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തും നിങ്ങൾ ആ ഒരു ഘട്ടത്തിലെ വേക്കൻസി ലിസ്റ്റ് നോക്കി പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതുപോലെ തന്നെ നിങ്ങൾ സെൽഫ് ഫിനാൻസ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ ഏകദേശം സെക്കൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് തൊട്ട് നിങ്ങൾ ഈ ഒരു NOC സർട്ടിഫിക്കറ്റ്, അതായത് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ മാത്രമേ പിന്നീട് പരിഗണിക്കുള്ളൂ. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് NOC സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർ സാധാരണഗതിയിൽ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ ഓപ്ഷൻ നൽകിയാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാതെയും സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് കോളേജിൽ ജോയിൻ ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആദ്യം ലഭിച്ച അഡ്മിഷൻ കൂടി ഈ ഒരു സെപ്റ്റംബർ 6 ശേഷം ഓട്ടോമാറ്റിക്കലി റദ്ദ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾക്ക് തൃപ്തരാണ് എങ്കിൽ അവിടെ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ ഫീസ് മുഴുവനായിട്ട് അടക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസിൽ കിട്ടുകയാണെങ്കിലാണ് ഈ ട്യൂഷൻ ഫീസ്, സ്പെഷ്യൽ ഫീസ് എന്നിങ്ങനെയൊക്കെയുള്ള ഫീസുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ ടൈമിൽ നിങ്ങൾക്ക് ബാലൻസ് ഫീസായിട്ടുള്ള ഏകദേശം 90,000 രൂപയ്ക്ക് അടുത്ത്, അതായത് PTA ഫണ്ട് ഇതൊക്കെ വരുന്ന സമയത്ത് ഏകദേശം 85,000 ആ ഒരു റേഞ്ചിൽ വരും. 90,000 ആ ഒരു റേഞ്ചിലൊക്കെ ഫീസ് വരും. അത് ഫീസല്ല, PTA ഫണ്ട് ഇതൊക്കെ ടോട്ടലായിട്ട് സെൽഫ് ഫിനാൻസ് വരുന്ന സമയത്ത് ആ ഒരു റേഞ്ചിലാണ് ഫീസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഫീസ് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ചില കോളേജിൽ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരിക്കും. എന്നാൽ ചില കോളേജിൽ നിങ്ങൾ പെയിങ് ഗസ്റ്റായിട്ട്, അതായത് പുറത്ത് താമസിച്ച് അവിടെ പഠിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ പോയിട്ട്, ചില വിദ്യാർത്ഥികൾ പറഞ്ഞതാണ് വീട്ടിൽ പോയിട്ട് വരാൻ ജസ്റ്റ് ഒരു അരമണിക്കൂറിൻ്റെ ആവശ്യമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഹോസ്റ്റൽ നിർബന്ധമാണോ എന്നുള്ളത്, അത് നിർബന്ധമൊന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പോയിട്ട് വരാനൊക്കെ പെട്ടെന്ന് പറ്റും എങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഹോസ്റ്റൽ ഫീ ഇനത്തിൽ ഏകദേശം നിങ്ങൾക്കൊരു മാസം 5,000 ആ റേഞ്ചിലൊക്കെ ഫീസ് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതും അതിനുശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഈ ഒരു മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷൻസാണ് ഉണ്ടാവുക. ഒന്ന് നിങ്ങൾക്ക് ഓൺലൈൻ മോഡും രണ്ടാമത്തേത് ഈ ഒരു ചലാൻ വഴിയുള്ള മോഡും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓൺലൈനായിട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ID എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചലാൻ വഴിയാണ് എങ്കിൽ ചലാൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചലാൻ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ വരും. അത് പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് ആ ഒരു ഫീ പേയ്മെൻറ്റ്, അതായത് ചലാനിൽ പറഞ്ഞിട്ടുള്ള ഫീ പേയ്മെൻറ്റ് എത്രയാണോ അത് അടച്ച ശേഷം ആ ഒരു ചലാൻ്റെ ഒരു ബാക്കി ഭാഗം നിങ്ങൾക്ക് തിരിച്ച്, അതായത് അവിടെ നിന്നും ആ ഒരു ക്യാഷ് കൗണ്ടറിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു, അതായത് ചലാനിൽ സ്കെയിൽ വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പകുതി ഭാഗം നിങ്ങൾക്ക് തിരിച്ചു തരും ചലാൻ്റേത്. അപ്പോൾ അത് കൂടി നിങ്ങൾ എടുത്തുകൊണ്ട് വേണം അഡ്മിഷനായിട്ട് പോകാനായിട്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ബാങ്ക് വഴി അടക്കുകയാണെങ്കിൽ ഏകദേശം 24 ഹവേഴ്സർക്കും വെബ്സൈറ്റിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് വരാനായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ, അതായത് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അതിനുശേഷം കോളേജിൽ ജോയിൻ ചെയ്യാതെ ഈ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നിങ്ങൾക്ക് പിന്നീട് അത് റീഫണ്ട് കിട്ടാനൊക്കെ കുറേ ടൈം എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.